നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചീരുവിന് കുടിക്കാൻ കൊടുത്തു അമ്പിളി. അവള് മോക്ക് പാല് കൊടുക്കാച്ച. ഞാൻ അവക്ക് ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വക്കീൽ എന്തു പറഞ്ഞച്ചാ? വക്കാലത്ത് കൊടുത്തായിരുന്നോ? നമ്മളൊരു കേസിന് പോയാൽ വക്കീലന്മാര് പറ്റില്ലെന്ന് പറയൂ അമ്പിളി. കുടുംബ കോടതിയിലൊക്കെ പേര് കേട്ടൊരു വക്കീലാ. ചീരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞപ്പോ എന്തേ നേരത്തെ ഡിവോഴ്സിന് കൊടുത്തില്ല എന്നാ അദ്ദേഹം ചോദിച്ചത്. സ്പീഡ് പോസ്റ്റില് വക്കീൽ നോട്ടീസ് ഉടനെ വിനയന്റെ വീട്ടിലെത്തും. അച്ഛാ, അതിനവൻ ജയിലിലല്ലേ? ഡിവോഴ്സ് എത്രയും വേഗം കിട്ടാൻ അത് തന്നെ വലിയൊരു കാരണമല്ലേ ചേച്ചി? അപ്പോ ചീരുവിന്റെ കാര്യത്തിലൊരു തീരുമാനമാകും അല്ലേ അച്ഛാ? ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചപ്പോ അതെങ്ങനെയൊക്കെയോ മുടങ്ങിയതുകൊണ്ട് നമ്മളിപ്പോഴും ഈ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ട്. അതുപോലെ വിനയന്റെ കാര്യത്തില് ഇനിയൊരു പരീക്ഷണത്തിന് പോലും ചാൻസ് ഇല്ല അല്ലേ അച്ഛാ? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എല്ലാ തരത്തിലും നോക്കിയിട്ടും പരാജയപ്പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിനിടയിൽ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു ചേച്ചി വെറുതെ അച്ഛനെ കൺഫ്യൂഷൻ ആക്കല്ലേ? അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. അടുപ്പിക്കാൻ കൊള്ളാത്തവനാണെങ്കിലും അർത്ഥ മാറ്റാൻ പോവാന്ന് കേട്ടപ്പോ ഒരു വിഷമം. ആ, വിളവിനിടയിൽ കള വളർന്ന അത് എത്രയും വേഗം പിഴുതെറിയുന്നതാ നല്ലത്. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഒരു വിഷയം തന്നെ മാറ്റിയും മറിച്ചും ഒക്കെ പറയും. അവളുടെ മനസ്സാനു അവളെ കൊണ്ടത് പറയിപ്പിച്ചത്. ഇങ്ങനെ രണ്ടു ഭാഗവും ചിന്തിക്കുന്നവര് നിഷ്കളങ്കരാ. അവർക്കത് പറഞ്ഞു തീർത്താലേ സമാധാനം ഉണ്ടാവൂ. ആ, അച്ഛനും ചേരും പോയപ്പോ ഇവിടെ ഭാനുമ്മ വന്നിരുന്നു. ആണോ? ഹോസ്പിറ്റലൊന്നും അവരെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പണ്ടൊക്കെ എന്ത് കാര്യം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ഭാനുമ്മയായിരുന്നില്ലേ? ഇന്ദ്രേട്ടന്റെ വീടുമായുള്ള സഹവാസം കുറഞ്ഞതില് പലതും ഭാനുമ്മ പറയാറില്ല. ഇപ്പൊ തന്നെ ഇന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ ഭാനുമ്മ ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രൻ പറഞ്ഞിട്ടോ? അതെ. സത്യം പോകുമ്പോ എന്നോട് വല്ലതും പറഞ്ഞോന്നറിയണം. പിന്നെ ആ ഷോപ്പ് പണയപ്പെടുത്തിയപ്പോ എന്റെ സൈൻ കൂടി വേണോന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വേഗം ഒന്ന് ചെയ്തു കൊടുക്കാൻ ഭാനുമ്മ റെക്കമെൻഡ് ചെയ്യണം. ഇപ്പോ ആരൊക്കെയായി? സത്യൻ, ഭാനുമ്മ. എന്നാലും ഇന്ദ്രൻ നിന്നോട് നേരിട്ട് ചോദിക്കാൻ അവന്റെ അഭിമാനം അനുവദിക്കുന്നില്ല അല്ലേ? ഇനിയും നീ അത് സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുത്തതായി വരാൻ പോകുന്നത് സാക്ഷാൽ സുശീലയായിരിക്കും. ആ സ്ത്രീയെ ഇങ്ങോട്ട് വരുത്തിക്കണോ മോളെ? അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്. ആ, ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയാ ഒപ്പിട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവരുടെ കാര്യത്തിന് ഞാൻ വണ്ടിക്കൂലി മുടക്കി അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, അവൻ ഇങ്ങോട്ട് വരട്ടെ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ.